ഈടില്ലാതെ വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ലാതെ ഒരു ഒഫീഷ്യൽ വഴിക്ക് തന്നെ ലോൺ കിട്ടാനുള്ള ഒരു സാധ്യതയാണ് ഈ RBIയുടെ പ്രയോറിറ്റി സെക്ടർ ലെൻഡിംഗ്. ശരി. പ്രത്യേകിച്ച് ഈ CGTMSE വഴിയുള്ള ഈടില്ലാ വായ്പ. ഇന്ത്യയിലെ, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലെ ചെറിയ രീതിയിൽ എന്തെങ്കിലും തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അവർക്കൊരു സഹായമാകുന്ന ഒരു സർക്കാർ പദ്ധതിയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. മുൻഗണനാ മേഖലാ വായ്പ, അതായത് പ്രയോറിറ്റി സെക്ടർ ലെൻഡിംഗ്, ചുരുക്കത്തിൽ PSL എന്ന് പറയും. അതെ. നമ്മുടെ കയ്യിലുള്ളത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ RBIയുടെ ഒഫീഷ്യൽ ഗൈഡ് ലൈൻസ് ആണ്. അപ്പോൾ സ്വന്തമായിട്ടൊരു സംരംഭം തുടങ്ങണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന നിങ്ങൾക്ക് ഇതെങ്ങനെ ഉപയോഗപ്പെടുത്താം എന്ന് കുറച്ചുകൂടി സിമ്പിളായിട്ട് മനസ്സിലാക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. നമസ്കാരം. ഇത് വെറുമൊരു സ്കീമല്ല, RBI വളരെ കർശനമായി നടപ്പാക്കുന്നൊരു നിയമമാണ്. ഓഹോ. അതായത് ഇന്ത്യയിലെ എല്ലാ കൊമേഴ്ഷ്യൽ ബാങ്കുകളും അവർ ലോണായി കൊടുക്കുന്ന മൊത്തം തുകയുടെ ഒരു നിശ്ചിത ശതമാനം അതിപ്പോ മൈക്രോ എന്റർപ്രൈസസിന്, അതായത് ചെറിയ സംരംഭങ്ങൾക്ക് 7.5% അത് ഈ പറയുന്ന മുൻഗണനാ മേഖലകൾക്ക് നിർബന്ധമായും കൊടുക്കണം. നിർബന്ധമായും കൊടുക്കണം? അതെ, നിർബന്ധമാണ്. ഓർക്കേണ്ട ഒരു കാര്യം, ഇത് ഏതെങ്കിലും കോടതി ഉത്തരവിന്റെ ബലത്തിൽ വന്നതല്ല, RBI ഡയറക്റ്റായിട്ട് അവരുടെ നിയമം വഴി നടപ്പാക്കുന്നതാണ്. 1949 ബാങ്കിംഗ് റെഗുലേഷൻ നിയമം, പിന്നെ 1934 RBI നിയമം, അതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ്. ഏറ്റവും പുതിയ മാർഗനിർദ്ദേശം അനുസരിച്ച് ഇത് ഇന്ത്യയിൽ എല്ലായിടത്തും, നമ്മുടെ കേരളത്തിലും ബാധകമാണ്. കൊള്ളാം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ്. അപ്പോ ആർക്കൊക്കെയാണ് ഇതിനെ അപേക്ഷിക്കാൻ പറ്റുക? സാധാരണക്കാരൻ, അല്ലെങ്കിൽ ഒരു പുതിയ സംരംഭകൻ, അല്ലെങ്കിൽ ബിസിനസ് ഒന്നും ചെയ്ത് മുൻപരിചയമില്ലാത്തൊരാൾ? ആർക്കും. ഏതൊരു ഇന്ത്യൻ പൗരനും ഈ മുൻഗണനാ വായ്പയ്ക്ക് അപേക്ഷിക്കാൻ യോഗ്യതയുണ്ട്. നിങ്ങൾ പുതുതായിട്ടൊരു ബിസിനസ് തുടങ്ങാൻ പോകുന്ന ആളാണെങ്കിലും ശരി, അല്ലെങ്കിൽ മുമ്പ് ബിസിനസ് ചെയ്തിട്ടില്ലെങ്കിലും ശരി, ഒരു പ്രശ്നവുമില്ല. ഓക്കേ. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളുടെ സിബിൽ സ്കോർ, അതായത് നിങ്ങളുടെ പഴയ ലോൺ തിരിച്ചടവിന്റെ ചരിത്രം കാണിക്കുന്ന സ്കോറില്ലേ, സിബിൽ, അത് ചിലപ്പോൾ കുറവാണെന്ന് കരുതുക. എന്നാലും നിയമപരമായി നിങ്ങൾക്ക് അപേക്ഷിക്കാൻ തടസ്സമൊന്നുമില്ല. കാരണം RBIയുടെ നിയമത്തിൽ ഒരു മിനിമം സിബിൽ സ്കോർ വേണമെന്ന് എവിടെയും പറയുന്നില്ല. ശരിക്കും ഇത് പലർക്കും പുതിയ അറിവായിരിക്കും. ആയിരിക്കും. പക്ഷെ ഒരു പ്രാക്ടിക്കൽ സൈഡ് എന്താന്ന് വെച്ചാൽ, ബാങ്കുകൾ സാധാരണയായി ഒരു 600-ന് മുകളിലെങ്കിലും സ്കോറുള്ളവരെ പരിഗണിക്കാനാണ് സാധ്യത. എന്നാലും നിയമം നിർബന്ധിക്കുന്നില്ല. മനസ്സിലായി. നിയമപരമായ തടസ്സമില്ല, പക്ഷേ ബാങ്കിന്റെ ഒരു രീതി അതാണ്. ഓക്കെ. അപ്പോൾ അപേക്ഷിക്കാൻ യോഗ്യതയുണ്ടെന്ന് വെക്കാം. ഇത് പ്രാവർത്തികമാക്കാൻ എന്താണ് ചെയ്യേണ്ടത്? അതിന്റെ ഒരു സ്റ്റെപ്സ് എങ്ങനെയാണ്? ആദ്യത്തെ സ്റ്റെപ്പ് എന്താന്ന് വെച്ചാല്, നമ്മുടെ ആധാർ കാർഡും പാൻ കാർഡും ഉപയോഗിച്ച് കേന്ദ്ര സർക്കാരിന്റെ ഉദ്യം പോർട്ടലുണ്ട്, UDYAM. ഉദ്യം, കേട്ടിട്ടുണ്ട്. ആ പോർട്ടലില് ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്യണം. അപ്പൊ നമുക്കൊരു MSME സർട്ടിഫിക്കറ്റ് കിട്ടും. അതായത് നമ്മളൊരു മൈക്രോ, സ്മോൾ അല്ലെങ്കിൽ മീഡിയം എന്റർപ്രൈസ് ആണെന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്. ഓക്കെ, അത് വേണം. അത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ അടുത്തുള്ള ഏതെങ്കിലും ഒരു കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ ബ്രാഞ്ചിൽ പോകാം. അത് സ്റ്റേറ്റ് ബാങ്ക് ആകാം, കേരള ഗ്രാമീൺ ബാങ്ക് ആകാം, കാനറ ബാങ്ക്, ഏതുമാകാം. റൈറ്റ്. പോകുമ്പോൾ കയ്യിൽ കുറച്ച് സാധനങ്ങൾ കരുതണം. നമ്മുടെ ആധാർ, പാൻ, ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ, പിന്നെ അവസാനത്തെ ഒരു 6 മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ്. അതെ. പിന്നെ നമ്മൾ തുടങ്ങാൻ പോകുന്ന ബിസിനസിനെ കുറിച്ചൊരു ബേസിക് ഐഡിയ കൊടുക്കുന്ന ഒരു പ്ലാൻ. ഒരു വലിയ പ്രോജക്റ്റ് റിപ്പോർട്ടൊന്നും വേണ്ട, ഒരു ബേസിക് ബിസിനസ് പ്ലാൻ. ഒരു രൂപരേഖ മതി. അതെ. ഇത്രയും വെച്ച് അപേക്ഷ കൊടുത്താൽ ബാങ്ക് ഒരു ന്യായമായ സമയത്തിനുള്ളിൽ അതിലൊരു തീരുമാനമെടുക്കണമെന്നാണ് നിയമം. പക്ഷേ ഇവിടെയാണ് പലപ്പോഴും ഒരു തടസ്സം വരുന്നത്, അല്ലേ? നമ്മൾ ഇതെല്ലാം റെഡിയാക്കി ബാങ്കിൽ ചെല്ലുന്നു. അപ്പോ അവിടുത്തെ മാനേജർ പറയുവാണ്, എനിക്ക് ഈ സ്കീമിനെ പറ്റി വലിയ പിടിയില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ സിബിൽ സ്കോർ കുറവാണല്ലോ, ഇത് നടക്കില്ല. അതെ, അത് സാധാരണ കേൾക്കുന്നൊരു കാര്യമാണ്. ചിലപ്പോൾ മുൻപ് മുദ്രാ ലോൺ എടുത്ത് കൃത്യമായി തിരിച്ചടച്ച ആളായിരിക്കും, എന്നാലും പുതിയ അപേക്ഷ നിരസിച്ചെന്നും വരാം. അങ്ങനൊരു സിറ്റുവേഷൻ വന്നാൽ എന്തു ചെയ്യും? അത് വരാം. അങ്ങനെ വന്നാൽ നമ്മൾ പേടിക്കുകയോ അല്ലെങ്കിൽ പിന്മാറുകയോ ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ വളരെ ശാന്തമായിട്ട് അവരെ ഓർമ്മിപ്പിക്കണം, ഇത് RBI നിർബന്ധമായി നടപ്പാക്കിയിട്ടുള്ളൊരു പോളിസിയാണ് സർ എന്ന് പറയാം. വേണമെങ്കിൽ RBIയുടെ വെബ്സൈറ്റിലുള്ള മാസ്റ്റർ ഡയറക്ഷൻസ് നോക്കാൻ അവരോട് പറയാം.
അല്ലെങ്കിൽ അവരുടെ ബാങ്കിന് തന്നെ ഇന്റേണൽ സർക്കുലർ സിസ്റ്റം ഉണ്ടാവും. അതുവഴി ഉറപ്പുവരുത്താൻ വിനയത്തോടെ ആവശ്യപ്പെടാം. ഓക്കേ, വിനയത്തോടെ. അതെ, ഒരു കാരണവശാലും എനിക്കറിയില്ല എന്ന മറുപടി നമ്മളങ്ങ് സ്വീകരിക്കരുത്. ഇനി അഥവാ അവര് നമ്മുടെ അപേക്ഷ നിരസിക്കുകയാണെങ്കിൽ എന്തുകൊണ്ട് നിരസിച്ചു എന്നതിന് വ്യക്തമായ ഒരു കാരണം എഴുതിത്തരാൻ ആവശ്യപ്പെടണം. എഴുതിത്തരാൻ ആവശ്യപ്പെടണം, അത് പ്രധാനമാണ്. അതെ, അത് നമ്മുടെ അവകാശമാണ്. ഇനി അവർ രേഖാമൂലം കാരണം തന്നില്ലെന്ന് വെക്കുക. അല്ലെങ്കിൽ തന്ന കാരണം നമുക്ക് അത്ര തൃപ്തികരമായി തോന്നിയില്ല. അപ്പം എന്തു ചെയ്യും? നമ്മളെവിടെ പോകും? പരാതിപ്പെടാൻ വല്ല വഴിയുണ്ട്? തീർച്ചയായും വഴിയുണ്ട്. RBI തന്നെ ഇതിന് സംവിധാനമൊരുക്കിയിട്ടുണ്ട്. ഒന്ന്, RBIയുടെ കംപ്ലയിന്റ് മാനേജ്മെന്റ് സിസ്റ്റം CMS എന്നൊരു വെബ്സൈറ്റ് ഉണ്ട്. cms.rbi.org.in. അതിൽ ഓൺലൈനായിട്ട് നമുക്ക് പരാതി കൊടുക്കാം. ഓക്കെ, ഓൺലൈനായിട്ട്. അല്ലെങ്കിൽ RBIയുടെ ഇന്റഗ്രേറ്റഡ് ഓംബുഡ്സ്മാൻ സ്കീമുണ്ട്. 2021 വന്ന സ്കീമാണ്. അതുവഴിയും പരാതി കൊടുക്കാം. ഇനി ഇതൊന്നും അല്ലെങ്കിൽ 14448 എന്നൊരു ഹെൽപ്പ് ലൈൻ നമ്പറുണ്ട്. അതിൽ വിളിച്ചാൽ വേണ്ട സഹായം കിട്ടും. 14448. അതെ. ഈ പരാതി കൊടുക്കുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ബാങ്ക് നമ്മുടെ അപേക്ഷ തള്ളിയെങ്കിൽ അതിന്റെ കാരണം എഴുതിയ ലെറ്റർ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത്, നമ്മുടെ ഉദ്യം സർട്ടിഫിക്കറ്റ്, നമ്മൾ കൊടുത്ത മറ്റു രേഖകൾ, ഇതിന്റെയൊക്കെ കോപ്പികൾ തെളിവായിട്ട് കൂടെ വെക്കണം. ശരി. ഈ സേവനങ്ങളെല്ലാം, അതായത് പരാതി കൊടുക്കുന്നതൊന്നും പൈസ കൊടുക്കേണ്ട കാര്യമല്ല, തികച്ചും സൗജന്യമാണ്. ആഹാ, അത് വളരെ നല്ല കാര്യം. അതെ, ഇത് നമ്മുടെ അവകാശം ഉറപ്പാക്കാനുള്ള വഴികളാണ്. അപ്പോ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഓർത്തിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്, ഈ മുൻഗണനാ വായ്പ എന്ന് പറയുന്നത് ബാങ്കുകൾ തരുന്ന ഒരു ദയയോ ഔദാര്യമോ അല്ല, മറിച്ച് RBI നിയമങ്ങൾ നമുക്ക് ഉറപ്പു നൽകുന്ന ഒരു ലീഗൽ റൈറ്റാണ്. അതെ, തികച്ചും ശരിയാണ്. അതൊരു നിയമപരമായ പിന്തുണയാണ് ഗവൺമെന്റിൽ നിന്നുള്ളത്. ഒരു ബാങ്ക് യാതൊരു ന്യായീകരണവുമില്ലാതെ നിങ്ങളുടെ അപേക്ഷ തള്ളിയാൽ അവിടെ വച്ച് നിർത്തി പിന്മാറരുത്. ശരിയാണ്. നിങ്ങൾക്ക് ഇപ്പോ കിട്ടിയ ഈ അറിവില്ലേ, അതുപയോഗിക്കുക, മുന്നോട്ടു പോവുക, ആവശ്യമെങ്കിൽ പരാതിപ്പെടുക, നിങ്ങളുടെ അവകാശം നേടിയെടുക്കുക. തീർച്ചയായും. പക്ഷേ അതോടൊപ്പം ഓർക്കേണ്ട വേറൊരു കാര്യമുണ്ട്. വായ്പ കിട്ടിക്കഴിഞ്ഞാൽ അത് കൃത്യസമയത്ത് തിരിച്ചടയ്ക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വം കൂടിയാണ്. അതും മറക്കരുത്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കിട്ടിയ അവകാശം ദുരുപയോഗം ചെയ്യരുത്. മുൻഗണനാ വായ്പകളെക്കുറിച്ചുള്ള ഈ വിവരങ്ങൾ കേൾക്കുന്ന നിങ്ങൾക്ക് നിങ്ങളുടെ സാമ്പത്തിക യാത്രയിൽ ഇതൊരു മുതൽക്കൂട്ടാകട്ടെ എന്ന് ഞാൻ കരുതുന്നു. ഓർക്കുക, അറിവാണ് ഏറ്റവും വലിയ ശക്തി, പ്രത്യേകിച്ച് നമ്മുടെ അവകാശങ്ങളെയും സാധ്യതകളെയും കുറിച്ചറിയുമ്പോൾ. തീർച്ചയായും. ഈ ചർച്ച കേട്ടുകഴിഞ്ഞപ്പോൾ നിങ്ങളുടെ സാമ്പത്തിക അവകാശങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ ബാങ്കുകളെ സമീപിക്കുന്നതിനെക്കുറിച്ച് ഒരു പുതിയ കാഴ്ചപ്പാട് വന്നോ? അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ പുതിയ എന്തെങ്കിലും ചോദ്യങ്ങൾ മനസ്സിൽ വരുന്നുണ്ടോ? ഒന്ന് ആലോചിച്ചു നോക്കൂ.